ഹലോ നമസ്കാരം. ഇൻട്രൊഡക്ടറി എക്കണോമിക്സിൻ്റെ സെക്കൻഡ് പാർട്ട്. ആദ്യം നമ്മൾ പഠിച്ചത് ബേസിക് ഓഫ് എക്കണോമിക്സ് ആണ്. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയാണ് എക്കണോമിക്സിൻ്റെ ഇതിവൃത്തം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഉൽപ്പാദനം, വിതരണം അല്ലെങ്കിൽ ഉപഭോഗം എന്നിവയെക്കുറിച്ചും ഡെഫിനിഷൻസുമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം. അതിൽ ഉൽപ്പാദനത്തെ പറ്റി പറയാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിർമ്മാണത്തെയാണ് നമ്മൾ ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഉൽപ്പാദനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഭൂമി, പ്രയത്നം, മൂലധനം, വ്യവസായ സംരംഭകത്വം. അതായത് ഈ ഒരു സാധനങ്ങളും സേവനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് വിതരണം എന്നതാണ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ. ഒരു സമൂഹത്തിലെ ആളുകൾക്കിടയിൽ അവർ ഈ സാധനങ്ങളും സേവനങ്ങളും വിഭജിച്ച് നൽകുന്നതിനെയാണ് വിതരണം എന്ന് പറയുന്നത്. അടുത്തത് കൺസപ്ഷൻ അല്ലെങ്കിൽ ഉപഭോഗം. മനുഷ്യാവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസപ്ഷൻ അല്ലെങ്കിൽ ഉപഭോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 4 ഡെഫിനിഷൻസ് നോക്കാം. ഒന്ന് ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷൻ അഥവാ ധനനിർവചനം. 2 മാർഷാൾസിൻ്റെ വെൽഫെയർ ഡെഫിനിഷൻ അഥവാ ക്ഷേമ നിർവചനം. റോബിൻസിൻ്റെ സ്കാർസിറ്റി ഡെഫിനിഷൻ അഥവാ ദൗർലഭ്യ നിർവചനം. ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത് പോൾ സാമുവൽസണിൻ്റെയാണ്, വളർച്ചാ നിർവചനം. അതിൽ വെൽത്ത് ഡെഫിനിഷനിൽ വെൽത്ത് ഓഫ് നേഷൻസിനെ പറ്റി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെൽത്ത് ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രങ്ങളുടെ ധനത്തിൻ്റെ പ്രകൃതത്തെയും കാരണങ്ങളെയും കുറിച്ചുള്ള അന്വേഷണമാണ് സാമ്പത്തിക ശാസ്ത്രം. ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ആഡം സ്മിത്താണ്. ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രങ്ങളുടെ ധനത്തിൻ്റെയും പ്രകൃതത്തെയും കാരണങ്ങളെയും കുറിച്ചുള്ള അന്വേഷണമാണ് സാമ്പത്തിക ശാസ്ത്രം. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ആൽഫ്രഡ് മാർഷലിൻ്റെ ക്ഷേമ നിർവചനം അഥവാ വെൽഫെയർ ഡെഫിനിഷനാണ്. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ സാധാരണ ഇടപാടുകളെക്കുറിച്ചുള്ള പഠനമാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? മാർഷാൽ പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹം പറയുന്ന ഒരു ഭാഗത്ത് അത് പണം അല്ലെങ്കിൽ ധനത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് അത് മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ്. അതായത് മനുഷ്യൻ്റെ സാധാരണ ഇടപാടുകളെക്കുറിച്ചുള്ള പഠനമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് 1890. ജസ്റ്റ് നോക്കി വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് വെൽത്ത് ഡെഫിനിഷനും വെൽഫെയർ ഡെഫിനിഷനും നമ്മൾ നോക്കി. അതായത് രാഷ്ട്രങ്ങളിലെ ധനത്തിൻ്റെ പ്രകൃതത്തെയും കാരണങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ആഡം സ്മിത്ത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഇടപാടുകളെക്കുറിച്ചുള്ള പഠനമാണ്, മനുഷ്യ സമൂഹത്തിൻ്റെ സാധാരണ ഇടപാടുകളെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ആര് പറഞ്ഞിട്ടുള്ളത്? മാർഷാൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ധനനിർവചനം, രണ്ടാമത്തേത് ക്ഷേമ നിർവചനം, മൂന്നാമത്താണ് സ്കാർസിറ്റി ഡെഫിനിഷൻ. അത് ആരുടെയാണ്? റോബിൻസിൻ്റെ സ്കാർസിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത് റോബിൻസിൻ്റെ. അതായത് ഒരു ഏകാന്തര പ്രയോജനങ്ങളുള്ള ദൗർലഭ്യ വിഭവങ്ങൾ തമ്മിലുള്ള അതായത് ദൗർലഭ്യ വിഭവങ്ങളും മനുഷ്യനും തമ്മിലുള്ള ബന്ധമെന്ന നിലയ്ക്ക് മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. അതായത് ഒരു വിഭവം കിട്ടാനില്ല അല്ലെങ്കിൽ ഒരു സാധനം കിട്ടാനില്ലായ്മയും മനുഷ്യൻ്റെ ആവശ്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമെന്ന നിലയ്ക്ക് മനുഷ്യൻ്റെ പെരുമാറ്റം, മനുഷ്യൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? റോബിൻസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റോബിൻസിൻ്റെ 3 തത്വങ്ങളുണ്ട്. അതായത് ഈ ദൗർലഭ്യ നിർവചന തത്വങ്ങൾ എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ട്. ഒന്ന്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അപരിമിതമാണ്, അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരാവശ്യം സാധിക്കുമ്പോൾ മറ്റൊരെണ്ണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിമിതമായിരുന്നുവെങ്കിൽ അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അപരിമിതമാണ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആകുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇനി വിഭവങ്ങൾ ലിമിറ്റഡ് ആണ്. മനുഷ്യാവശ്യങ്ങൾ അൺലിമിറ്റഡ് ആകുമ്പോൾ വിഭവങ്ങൾ ലിമിറ്റഡ് ആകുമ്പോൾ എന്താണ്? അതുമായി ബന്ധപ്പെടുത്തുമ്പം അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വിഭവങ്ങൾക്ക് ഒരു പരിധി ഉള്ളതിനാൽ മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധിക്കാൻ കഴിയാതെ വരുന്നു. ഓക്കെ, ഇനി അടുത്തത് റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അതായത് വിഭവങ്ങൾക്ക് ഒന്നിലധികം യൂസസ് ഉണ്ട്, ഉപയോഗങ്ങളുണ്ട്. അതായത് വിഭവങ്ങൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ വിഭവത്തിൻ്റെ വിനിയോഗ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ 3 തത്വങ്ങളാണ് സ്കാർസിറ്റി ഡെഫിനിഷൻ്റെ 3 തത്വങ്ങൾ. 4ാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പോൾ സാമുവൽസണിൻ്റെ വളർച്ചാ നിർവചനം അഥവാ ഗ്രോത്ത് ഡെഫിനിഷനാണ്. അതായത് പണം ഉപയോഗിച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ
എങ്ങനെയാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ സമൂഹം ഒരേ പ്രയോജനങ്ങളുള്ളതും ദൗർലഭ്യമുള്ളതും കിട്ടാൻ സാധ്യതയില്ലാത്ത വിഭവങ്ങളും വിവിധ തരം വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? പോൾ സാമുവൽസൺ. അതായത് കിട്ടാൻ സാധ്യതയില്ലാത്ത വിഭവങ്ങളും ഏകാന്തര പ്രയോജനങ്ങളുള്ളതുമായ വിഭവങ്ങൾ വിവിധ തരം ഉൽപ്പാദനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? പോൾ സാമുവൽസൺ. ഇപ്പോൾ 4 ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ വിതരണം, ഉൽപ്പാദനം, ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത സെക്ഷൻ നോക്കാം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്